ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ബിഗ് ബോസ് ഹൗസിനകത്ത്. ആരും പ്രതീക്ഷിക്കാത്ത, ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മിഡ് വീക്ക് എവിക്ഷനിൽ നടന്നത്. ആരും ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ വ്യക്തികൾ പുറത്താവും എന്ന്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനകത്തെ ചൂടുള്ള വാർത്ത ജിസേലിന്റെ മേക്കപ്പ് ഇഷ്യൂ തന്നെയാണ്. തന്നെ ജിസേലിന്റെ മേക്കപ്പ് ആണ് അനുവിനും ടീമിനും വിഷയം. അത് കഴിഞ്ഞിട്ട് ബാഡ്ജ് എടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബാക്കിയുള്ളവര്. ഇതിനിടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് നടന്നു. ബാഡ്ജ് എടുക്കാനുള്ള ടാസ്കിൽ ജിസേലിന് ബാഡ്ജ് വീണ് കിട്ടി. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ ഏറ്റവും ലാസ്റ്റ് ആയിപ്പോയി. ബാഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയപ്പോ ഏറ്റവും ലാസ്റ്റ് ആണ് ജിസേൽ ചെന്നത്. പക്ഷെ എവിടെന്നോ ആരുടെയോ കയ്യിൽ നിന്ന് എങ്ങനെയോ പറന്ന് ജിസേലിന്റെ കയ്യിലെത്തി. ജിസേൽ ഭയങ്കര സന്തോഷത്തിൽ കിടന്ന് അലമുറയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോ ബിഗ് ബോസ് പറഞ്ഞു, ജിസേൽ നിങ്ങളുടെ പെട്ടികളെല്ലാം ഞാൻ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തരാൻ സാധ്യമല്ല, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. ജിസേൽ എന്ത് ചെയ്ത് അബിക്ക് കൊടുത്തു. ആ ബാഡ്ജ് അബിക്ക് കൊടുത്തു. പിന്നെ ബാഡ്ജ് കിട്ടിയത് ഷാനവാസിനാണ്. വീണ്ടും വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, ആര്യന്റെ കയ്യിൽ ആര്യന്റെ ബാഡ്ജ് കിട്ടി. ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ജിസേലും അനീഷുമാണ് പ്രശ്നം. അതായത് ജിസേൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നില്ല, ബാക്കിയുള്ളവർക്കുള്ള റേഷൻ കൂടിയാണ് ജിസേൽ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കുക്കിംഗ് ക്യാപ്റ്റനായ അനീഷിനെ എല്ലാണോ കൂടി എടുത്തിട്ട് അങ്ങ് പെരുമാറി. ഈ അക്ബറിന് ജിസേലിനോട് ഒരു ചെറിയ ചായ്വൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയത്തില്ല, അക്ബർ നന്നായിട്ട് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്ബർ പറഞ്ഞു, ഓ ജിസേലിന്റെ അടുത്ത് അസൂയുള്ള ആൾക്കാരെല്ലാം കൂടി പറഞ്ഞു വരുത്തുന്നതാണ്, ജിസേൽ മേക്കപ്പ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അനു പറഞ്ഞു, അതങ്ങനെ ആര് പറഞ്ഞു, ജിസേലിന്റെ കയ്യിൽ മേക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അനു. എന്നിട്ട് പിന്നെ അനു ശൈത്യയും കൂടി സംസാരിക്കുന്നുണ്ട്. ഇവിടെ താണുങ്ങളെല്ലാം ജിസേലിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സംസാരം. മൊത്തത്തിൽ ഇന്ന് ഫുൾ ഗോസിപ്പായിരുന്നു ബിഗ് ബോസിനകത്ത്. പിന്നെ അനു ശൈത്യെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് അനു കരച്ചിൽ. മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ആണ്. അതില് കൂടെയുള്ള ഹെൽപ്പേഴ്സ് പെർഫോമൻസ് ചെയ്യണം. പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ടാസ്കില് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതായത് ടാസ്കിലുള്ള 6 ആൾക്കാരല്ല ചെയ്യേണ്ടത്, അവരുടെ ഹെൽപ്പേഴ്സ് ആണ് ചെയ്യേണ്ടത്. ഇനിയും ഷാനവാസ് നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത്, രേണുവിന്റെയും അക്ബറിന്റെയും സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂ ആണ് അവർ പെർഫോം ചെയ്തത്. എന്തായാലും നന്നായിട്ട് ചെയ്ത്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടാസ്കിന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത് ബിഗ് ബോസ് ഒന്നുമല്ല. വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഈ 6 പേരില്ലേ ടാസ്കിൽ, അതായത് സസ്പെൻഷൻ ടാസ്കിൽ പെട്ടുപോയ 6 പേരും കൂടി ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത്. അതിൽ അനീഷ് കിടന്ന് ഒരേ ബഹളം, എന്റേതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വേണം. പക്ഷെ അനീഷിന് ആരും ഫസ്റ്റ് കൊടുത്തില്ല. അനീഷിന് ആദില നൂറയും പിന്നെ ശൈത്യയും കൂടിയാണ് പെർഫോം ചെയ്തത്. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു, അത് അൺഫെയർ ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ ആരൊക്കെയാണ് ജയിച്ചതെന്ന് ഞാൻ എടുത്ത് പറയാം. ശാരികയുടെ ടീം ബിഗ് ബോസ് എല്ലാവർക്കും ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടല്ല ചെയ്തത്, അത് കാരണം ഡിസ്ക്വാളിഫൈഡ് ആയി. സരികയുടെ ടീമിനാണ് കിട്ടിയത്, അക്ബറും അനുവാണ് ചെയ്തത് സരികയുടെ ടീം. അപ്പോൾ അത് നല്ലതായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തതായതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് കൊടുത്തു. പിന്നെ രണ്ടാമത് നെവീൻ ഷാനവാസ് രേണുവിന്റെ ടീം, അത് നല്ലതായിരുന്നു. സുനിലിന്റെ ടീമാണ് ജിസേലും ആര്യനുമാണ് ചെയ്തത്. അതെനിക്ക് ഇച്ചിരി അൺഫെയർ ആയിട്ട് തോന്നി. കാരണം അവര് ബിഗ് ബോസ് പറഞ്ഞ പാട്ടാണ് ചെയ്തത്, പക്ഷെ ടൈം ബിഗ് ബോസ് പറഞ്ഞ അത്രയും ടൈം അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും പിന്നെ അവർക്ക് തേർഡ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി. റെനയുടെ ടീമാണ്. അടുത്ത് ഏറ്റവും ലാസ്റ്റ് ആണ് അനീഷിന്റെ ടീമിനെ കൊടുത്തത്. പക്ഷെ അനീഷിന്റെ ടീം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. അവർക്കൊരു തേർഡെങ്കിലും കൊടുക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് അൺഫെയർ ആയിട്ട് തോന്നി. അനീഷിന്റെ ടീം ആയതുകൊണ്ട് അവരെ തോൽപ്പിച്ചതുപോലെ തോന്നി. അതിന് ശൈത്യം അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ചേട്ടാ ഞങ്ങൾ നന്നായിട്ട് ചെയ്തതാ, എന്നിട്ട് അവർ തരാതെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം അവർക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ 6 പേര് വന്നതിൽ അവർക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഒരു അവസരവും അവർക്ക് കിട്ടിയിട്ടില്ല. അവരെല്ലാം ഹെൽപ്പേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ പെർഫോമൻസും അങ്ങനെ ചെയ്യേണ്ടി, പിന്നെ നമുക്കിനി അടുത്ത ടാസ്ക് ഓക്കെ അവർ അല്ലാണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇത്രയും പെർഫോമൻസും ബാക്കി ഹെൽപ്പേഴ്സിന്റെ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ അങ്ങനെ അതെനിക്ക് ആ ഒരു ടാസ്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ മാത്രമല്ല, ജഡ്ജ്മെന്റ് ഈ 6 പേരും കൂടി സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അനീഷിന്റെ ടീമിനെ ഏറ്റവും ലാസ്റ്റ് ആക്കിയതും എനിക്ക് ഒട്ടും ഇതായിട്ടില്ല. കാരണം അനീഷിന്റെ ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രീം കണ്ടുപിടിച്ച്, ജിസയിലെ ക്രീം എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അനു കണ്ടുപിടിച്ച്. അനു എന്തായാലും ഇതിന്റെ പറഞ്ഞ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ജിസയിലിന്റെ ക്രീം അല്ല, ആര്യന്റെ മോയ്സ്ചറൈസിംഗ് ക്രീം ജിസയിൽ ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് ഇനിയിപ്പോൾ ലാലയുടെ വരുന്ന എപ്പിസോഡിൽ അറിയാൻ പറ്റും. അപ്പോൾ അതില് ജിസയിൽ ഇട്ടു ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മേക്കപ്പാണ് വേണ്ടത്. കഥകളി എങ്ങനെയെങ്കിലും കളിക്കാം, പക്ഷെ മേക്കപ്പ് ഒരു 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേക്കപ്പ്, അത് കഴിഞ്ഞാൽ കറക്റ്റാ. മേക്കപ്പ് തുടങ്ങാം.
പ്രൊമോയില് അനുവിനെ തിരിച്ച് പറയുന്നുണ്ട്, സൈക്കോയാണ് അനു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുവും ശൈത്യയും കൂടി വീണ്ടും അയൽക്കൂട്ടം ടീം നടത്തിയിട്ട് അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്, ആണുങ്ങളെല്ലാം മൊണ്ണയാണ്, അബി ഒഴിച്ച് ബാക്കി എല്ലാം മൊണ്ണയാണ്. അവസാനത്തെ ടാസ്ക്, മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിലെ ഏറ്റവും അവസാനത്തെ ടാസ്ക് അത് പൊളിയായിരുന്നു. അനീഷിന്റെ മൂവിങ് അടിപൊളിയായിരുന്നു. കാരണം അതിൽ ലാസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ തന്നെയാണ് ആ ഗെയിം കളിക്കേണ്ടത്. അപ്പോൾ ഒരു ബസർ അടിക്കുമ്പോൾ ഒരു ഇതിൽ പോയി പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് കോയിനല്ല സ്റ്റോൺസ് എടുത്തുകൊണ്ടുവന്ന് അവരുടെ ബാസ്ക്കറ്റിൽ ഇടണം. അതായിരുന്നു ടാസ്കിൽ അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്തു. അനീഷ് ബുദ്ധി ഉപയോഗിച്ച് പെർഫോം ചെയ്തു, അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്തു. ഒനിയലിനെ തോൽപ്പിച്ച് അനീഷ് ജയിച്ചു. ഏറ്റവും ലാസ്റ്റ് കിടന്ന അനീഷ് ഇപ്പൊ ഏറ്റവും ടോപ്പിലെത്തി. അങ്ങനെ വടകുറുമ്പൂരത്തിൽ കൊടിയേറി ഇനി 10 ദിവസം പൊടി പൂരാ. അല്ലതേതാവേ, പത്രത്തിൽ വല്ല കോളും ഉണ്ടാ? ചേട്ടനല്ലേ കോള്, പൂരം ഒന്ന് തുടങ്ങിയില്ലേ? അത് ഒനിയലിനൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് എത്തായില്ല, അവർ ഔട്ടാവണല്ലോ. അപ്പോൾ ഒനിയലും ശാരികയും ആണ് ഔട്ടായത്. എന്നാലും ശാരിക പോകുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷേ ഒനിയൽ പോകുമെന്ന് ഉറപ്പായിരുന്നില്ല. കാരണം ഒനിയൽ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് കിടന്ന ആളാണ്. പക്ഷെ ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഒനിയൽ പോയി. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്തായാലും ട്വിസ്റ്റ് ഉണ്ടാവും, ട്വിസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അപ്പാനിയും അനുവും തമ്മിൽ ഭയങ്കര കൂട്ടല്ലായിരുന്ന. ഇന്ന് അപ്പാനി പറയണ അനു ഫേക്ക് ആണ്, അനു ഫേക്ക് ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന് അനുവിനെതിരെ അപ്പാനിയും തിരിഞ്ഞു. ജയിലിൽ ആരൊക്കെയാണ് പോകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.